തട്ടിക്കൽ വെട്ടിക്കൽ മൂഞ്ചിക്കൽ എന്ന് പറയുന്നത് TVM ആണെന്ന് ആരാ പറഞ്ഞ? നമ്മുടെ EK നയനാരാണ്. EK നയനാർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ അല്ലെ സംസ്ഥാന സെക്രട്ടറിയായി എത്തിയപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ശുദ്ധനായ മനുഷ്യൻ്റെ വായിൽ നിന്ന് വീണ് തട്ടിക്കൽ വെട്ടിക്കൽ മൂഞ്ചിക്കൽ എന്ന് പറഞ്ഞ TVM എന്ന്. എന്നാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കോഴിക്കോട് ശുദ്ധരായ ആളുകളാണുള്ളത്. പാർട്ടി അണികളാകട്ടെ, പാർട്ടി നേതാക്കന്മാരാകട്ടെ, ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളായിരുന്നു. എന്നാൽ അതൊക്കെ മാറിയത് നമ്മുടെ ഐസ്ക്രീം പാർലർ പെൺവാണിഭം വന്നതോടുകൂടിയാണ്. അന്ന് നല്ലവരായ CPM-കാരെ എല്ലാം പറ്റിച്ച് നമ്മുടെ ശശി കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോൾ, കോടികൾ വാങ്ങി രക്ഷപ്പെടുത്തിയപ്പോൾ പെണ്ണുള്ളടുത്ത് പെൺവാണിഭം എന്ന് EK നയനാർക്ക് പറയേണ്ടി വന്നു. പിന്നീട് കാലക്രമേണ കോഴിക്കോട് പാർട്ടിയെ, മാർക്സിസ്റ്റ് പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി തീർക്കുന്നതിൽ വിജയിച്ചു പിണറായി വിജയൻ. എന്നിട്ടോ തൻ്റെ മരുമകനെ വെച്ചടി കയറ്റം കൊടുത്തു. കോഴിക്കോടിൻ്റെ കംപ്ലീറ്റ് പൂർണ്ണ നിയന്ത്രണം റിയാസിന് കൊടുത്തു. അങ്ങനെ വരാൻ കാരണം കോഴിക്കോട് കോമൺവെൽത്ത് പോലുള്ള സ്ഥാപനങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ ഇവരെല്ലാവരും പങ്കാളികളായിരുന്നു. അതിലുപരിയാണ് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമണം നടന്നത്. പിണറായി വിജയൻ്റെ ലാവ്ലിംഗ് കേസിലെ സുപ്രധാന രേഖകൾ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പിണറായി വിജയൻ ഏൽപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മരുമകനായ റിയാസിനെയായിരുന്നു. റിയാസ് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിലേക്ക് ഗുണ്ടകളുമായി വരികയും അവിടെ കത്തിക്കുകയും അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. അതായത് ലാവ്ലിംഗ് കേസിലെ രേഖകൾ മാത്രമല്ല, പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും കടത്തിക്കൊണ്ടുപോയി. അന്ന് അതിനെ എതിർത്തത് അന്നത്തെ MP ആയിരുന്ന വീരേന്ദ്രകുമാറായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ്, ഇത് പത്രസ്വാതന്ത്ര്യത്തിനെതിരാണ്, കടന്നുകയറ്റമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അങ്ങനെ പറഞ്ഞതിന് അദ്ദേഹത്തെ പിന്നീട് ഈ ജനതാദൾ തന്നെ പിണറായി വിജയൻ പിടിച്ച് പുറത്താക്കി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ സീറ്റ് 2009 റിയാസ് ആണ് കൊടുത്തത്. റിയാസ് എന്ന് പറയുന്ന അന്ന് ആരുമല്ലായിരുന്നു പാർട്ടിയിൽ. പക്ഷേ പിണറായി വിജയൻ അങ്ങനെയാണ്. പകരത്തിന് പ്രത്യുപകാരമുണ്ട്, അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ലാഭം ഉണ്ടാക്കണം. ലാഭം എന്ന് പറയുന്ന ഉള്ളതിൻ്റെ ഭാഗമാണ് പിന്നീട് റിയാസ് വളർന്ന് ദേശീയ DYFI പ്രസിഡൻ്റായി. പിന്നീട് അദ്ദേഹത്തെ മന്ത്രിയായി എടുത്തു. മകളെ തന്നെ കല്യാണം കഴിച്ചെടുത്തു. അങ്ങനെ തൻ്റെ എല്ലാ തട്ടിപ്പുകളുടെയും ഗുണം അദ്ദേഹത്തിനും കൂടി കിട്ടി. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു. റിയാസ് മോഹൻ കോഴിക്കോട് അങ്ങാടിയിൽ പാളയത്തുള്ള സ്ത്രീകളുണ്ട്, വ്യഭിചരിക്കാൻ എത്തുന്ന സ്ത്രീകളുണ്ട്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അവർക്ക് 50 രൂപ കൊടുത്താൽ അവരെ കിട്ടുമെന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞ മഹാമോനാണ് ഈ റിയാസ്. സ്വന്തം ഭാര്യയോട് ചുമരിനോട് ചവിട്ടി നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് നാഭിക്ക് ചവിട്ടി പറഞ്ഞ്, എടി നിന്നേക്കാൾ സുന്ദരിയായ പെണ്ണുങ്ങളെ മാർക്കറ്റിൽ 50 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ പേര് പോലും ചീത്തപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആ സംഭവം. അങ്ങനെയുള്ള റിയാസ് ആരാണെന്നുള്ളത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? റിയാസ് പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ടവനായി തീർന്നതിൻ്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള റിയാസിന് സകല എന്ത് തെമ്മാടുത്തലും കാണിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. അങ്ങനെയാണ് കോഴിക്കോട് PSC നിയമനത്തിൽ 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് റിയാസ് ഇടപെട്ടു. അത് പ്രമോദ് കോട്ടോളി വഴി കാര്യങ്ങൾ നടത്തി. ഇത് പുറത്തു വന്നതിന് കാരണം പ്രമോദിനെ ചതിച്ചുകൊണ്ട് മറ്റൊരാൾ അതിൽ കൂടുതൽ പണം കൊടുത്തപ്പോൾ അത് വാങ്ങി പോക്കറ്റിലിട്ട് അങ്ങനെ റിയാസ് ആ കാര്യം നടത്തി. ഇപ്പുറത്ത് പ്രമോദ് കോട്ടോളി നാണം കെട്ടു. ഒരു വനിതാ ഡോക്ടറെ അടുത്തായിരുന്നു, ഹോമിയോ ഡോക്ടറെ അടുത്തു പണം വാങ്ങിയത്. എന്തായാലും പ്രമോദ് കോട്ടോളി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. തൻ്റെ പേരിലുള്ള ഈ ആരോപണമെല്ലാം കള്ളമാണ്, തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെല്ലാം ശരിയല്ല. അതോടൊപ്പം അദ്ദേഹം പരാതിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു, കോവൂർ പോയിട്ട് സത്യാഗ്രഹം ഇരുന്നു കുടുംബസമേതം. അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ? പ്രമോദ് കോട്ടോളി, താങ്കൾ ചെയ്യേണ്ടത് നേരെ പോയി റിയാസിൻ്റെ വീട്ടിന് മുന്നിൽ, അവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ റിയാസിൻ്റെ വീട്, അവിടെ പോയിട്ട് കൃത്യമായി സത്യാഗ്രഹം ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. എന്തായാലും ഇന്നലെ പ്രദീപ് കോട്ടൂളി നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഭാഗം നമുക്ക് കേൾക്കാം. പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഞാൻ കോഴ വാങ്ങിച്ചു എന്നാണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി അങ്ങനെ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ വിഭാഗത്തിനകത്ത് ഈ 1 രൂപ, അതായത് ഇത്രയും വലിയ പൈസ ഏതെങ്കിലും ഒരാളോട് വാങ്ങിക്കാനോ ഏതെങ്കിലും ഒരാളോട് പോയി വാങ്ങാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംസാരം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അതെന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നാണ് ഈ പത്രങ്ങളിൽ വരുന്ന വാർത്ത. അതായത് എന്നോട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യം. ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതായിട്ട്
ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറയട്ടെ, ഏതെങ്കിലും ഒരാൾ. ഇപ്പോൾ ഈ ആരോപണത്തിന് ഞാൻ മാത്രമാണിപ്പോൾ. ഞാൻ എന്താണ്, വെറും പ്രമോദാണ്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അത്രമാത്രം പ്രയാസത്തിലൂടെ എൻ്റെ കൂടെ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അമ്മ. ഞാൻ ആദ്യം എന്താണ്, മകനായിട്ടാണ് ഞാൻ സഖാവാകുന്നത്. ഈ സഖാവായതിനു ശേഷം സമരത്തിൻ്റെയും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും ലാത്തി ചാർജുകളും ജയിൽവാസമൊക്കെ ഞാൻ അനുഭവിച്ചപ്പോഴും ഇവിടെ പോലീസ് റെയ്ഡ് ചെയ്തപ്പോഴൊക്കെ എൻ്റെ അമ്മ അത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം, ഞാൻ 22 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, തെളിവ് തരണം. അതായത് എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്. ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ഈ 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്, ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ്, എന്നാണ്, അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം തീർത്തും ഈ PSC കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ടല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിൻ്റെ മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇത്രയും കാലം അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിനകത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അയാൾ പറയണം തെളിവ് സഹിതം, നിങ്ങൾ ഇന്ന ആളെ പറഞ്ഞയച്ചു, അവിടെ പൈസ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ എന്നോട് പറയണം. എൻ്റെ അമ്മയും എൻ്റെ മകനും എൻ്റെ കൂടെ ഉണ്ടാകും. നിങ്ങളെല്ലാം എല്ലാ സമൂഹത്തിനോടും പറയണം, എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ നാട്ടുകാർ, എന്നെ വിശ്വസിച്ചവരൊക്കെ ഉണ്ട്, അവരോടൊക്കെ നിങ്ങൾ പറയണം, ഈ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ ചോദ്യമാണ്. ഞാനിവിടെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയോട് കച്ചവടം നടത്തിയെന്നോ അല്ലെങ്കിൽ അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചെന്നോ എന്തെങ്കിലും ഒന്ന് തെളിവ് സഹിതം പറയണം. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ അമ്മയോട് നിങ്ങൾ പറയണം. ഇതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കി ഞാൻ അവിടെ നിന്ന് പറയും. ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രമോദനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും. എനിക്കിനി എന്താണ്, ഞാനൊരു മകൻ മാത്രമാണ്, ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും.